ഒരിക്കൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശിഷ്യന്മാരോടൊത്ത് യാത്ര ചെയ്യുകയായിരുന്നു. കുറേ നടന്നെത്തിയപ്പോൾ ഒരു മരുപ്പച്ച കണ്ടു. ഇത്തിരി വിശ്രമിച്ചിട്ട് പോകാമെന്ന് വെച്ചു. കുറച്ചു നേരത്തേക്ക് അനുയായികളിൽ നിന്നകന്ന് പ്രവാചകൻ അവിടെയൊന്ന് ചുറ്റാനിറങ്ങി. ഈ സമയം അനുചരന്മാർ ഓരോ തമാശ പറഞ്ഞും അവിടെ പറന്നു കളിച്ചിരുന്ന പക്ഷികളെ നിരീക്ഷിച്ചും ഉല്ലസിച്ചു. ആ സ്ഥലത്ത് ചന്തമുള്ള ധാരാളം പക്ഷികളുണ്ടായിരുന്നു. പെട്ടെന്ന് കൂട്ടത്തിൽ ഒരാൾ മേൽപോട്ട് വിരൽ ചൂണ്ടി പറഞ്ഞു, "നോക്കൂ, നല്ല ഭംഗിയുള്ള പക്ഷി. അമ്മ പക്ഷിയാണെന്ന് തോന്നുന്നു. കൂടെയുള്ള കുഞ്ഞിക്കിളികൾ അതിൻ്റെ മക്കളായിരിക്കാം." അതൊരു കിളിയായിരുന്നു. കൂടെ പറക്കുന്ന കുഞ്ഞിക്കിളികൾ അതിൻ്റെ മക്കൾ തന്നെ. 3 കിളികളും കൂടി ഇരിക്കുന്ന ആൾക്കൂട്ടത്തിന് മുകളിൽ വട്ടമിട്ടു പറന്നുല്ലസിക്കുകയായിരുന്നു. പ്രവാചകന്റെ അനുചരന്മാർ ചന്തമുള്ള ആ കിളികളെ സന്തോഷത്തോടെ നോക്കിയിരുന്നു. കുഞ്ഞിക്കിളികൾക്ക് അമ്മയെപ്പോലെ പറക്കാൻ വശമുണ്ടായിരുന്നില്ല. ക്രമേണ അവ രണ്ടും ആളുകളുടെ തലയ്ക്ക് തൊട്ടുമുകളിൽ താഴ്ന്നു പറന്നു വരാൻ തുടങ്ങി. "നമുക്കവയെ പിടിക്കാം," ഒരാൾ പറഞ്ഞു. "എളുപ്പമാണ്," മറ്റുള്ളവർ യോജിച്ചു. കുഞ്ഞിക്കിളികൾ പിന്നെയും കയ്യകലത്തിൽ പറന്നെത്തിയപ്പോൾ 2 പേർ അവയെ ആഞ്ഞു പിടിച്ചു. രക്ഷപ്പെടാൻ അവ കുതറി നോക്കിയെങ്കിലും സാധിച്ചില്ല. ശക്തിയുള്ള മനുഷ്യരോട് 2 പാവം കിളികൾ എന്ത് ചെയ്യാനാണ്? ഗത്യന്തരമില്ലാതെ അവ ആ മനുഷ്യരുടെ കൈക്കുമ്പിളിൽ പേടിച്ചു വിറച്ച് അനങ്ങാതിരുന്നു. അവർ പക്ഷികളെ സൂക്ഷിച്ചു നിരീക്ഷിക്കുകയും അവയുടെ ഭംഗിയുള്ള തൂവലുകളിൽ തൊട്ട് തലോടുകയും മറ്റും ചെയ്തുകൊണ്ടിരുന്നു. പ്രവാചകന്റെ ശിഷ്യന്മാർ ആ പക്ഷികളോട് വളരെ ദയാപൂർവമാണ് പെരുമാറിയത്. ജീവജാലങ്ങളോട് കരുണ കാണിക്കണമെന്ന് അവരുടെ ഗുരു എപ്പോഴും അവരോട് ഉപദേശിക്കാറുണ്ടായിരുന്നുവല്ലോ. ആ പക്ഷിക്കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കണമെന്ന് അവർക്ക് ഉദ്ദേശമില്ലായിരുന്നു. ചന്തമുള്ള കിളികളെ അടുത്ത് കാണാനുള്ള കൗതുകം കൊണ്ട് പിടിച്ചെന്നേയുള്ളൂ. പക്ഷേ അമ്മ കിളിക്കിതറിയുമോ? തൻ്റെ കുഞ്ഞുങ്ങളെ ആ മനുഷ്യർ പിടിച്ചത് കണ്ട് അത് വല്ലാതെ പരിഭ്രമിച്ചു. അവരവയെ കൊല്ലുകയോ തടവിലാക്കുകയോ ചെയ്യുമെന്നായിരുന്നു അതിൻ്റെ വിഷാദം. അത് ദയനീയമായി കരഞ്ഞുകൊണ്ട് അവർക്ക് ചുറ്റും താഴ്ന്നു പറന്നു. പ്രവാചക ശിഷ്യന്മാർ ആ പക്ഷിയെ ആട്ടി അകറ്റാൻ നോക്കി. പക്ഷേ ദുഃഖിതയായ ആ അമ്മ ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ട് അവിടെ തന്നെ ചുറ്റിപ്പറന്നു. ഈ സംഭവങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കെ പെട്ടെന്ന് പ്രവാചകൻ അങ്ങോട്ട് കടന്നു വന്നു. കരഞ്ഞുകൊണ്ട് അവിടെ ചുറ്റിപ്പറക്കുന്ന അമ്മക്കിളിയെ അവിടുന്ന് കണ്ടു. തൻ്റെ ശിഷ്യന്മാരുടെ കയ്യിൽ 2 കുഞ്ഞിക്കിളികൾ ഇരിക്കുന്നത് കൂടി കണ്ടപ്പോൾ അമ്മ പക്ഷിയുടെ ദുഃഖത്തിൻ്റെ കാരണം തിരുമേനിക്ക് ബോധ്യപ്പെടുകയും ചെയ്തു. ആരാണ് ആ പാവം കിളിയുടെ മക്കളെ പിടിച്ചു വെച്ച് അതിനെ വേദനിപ്പിച്ചത്? പ്രവാചകൻ ഇത്തിരി കോപത്തോടെ അന്വേഷിച്ചു. ആ കിളിക്കുഞ്ഞുങ്ങളെ ഉടനെ മോചിപ്പിക്കുവാനും സന്തോഷപൂർവ്വം അമ്മയോട് ചേരാൻ അനുവദിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവശ്യപ്പെട്ടു. ശിഷ്യന്മാർ ഗുരുകൽപ്പന ഉടനെ അനുസരിച്ചു. കൈക്കുമ്പിൾ തുറന്ന് ചെറുതായൊന്ന് പിടഞ്ഞ ശേഷം കുഞ്ഞിക്കിളികൾ ചിറകു വിരുത്തി മേൽപോട്ട് പറന്നു. ഉയരങ്ങളിൽ അവ അമ്മയോടൊപ്പം ചേർന്നു. 3 കിളികളും കൂടി ഉത്സാഹത്തോടെ ദൂരേക്ക് പറന്നു പോവുകയും ചെയ്തു. സന്തോഷകരമായ ഒരു കാഴ്ചയായിരുന്നു അത്. മക്കളെ തിരിച്ചു കിട്ടിയ ആ അമ്മക്കിളിയുടെ സന്തോഷം നല്ലവരായ പ്രവാചക ശിഷ്യന്മാരിലും സന്തോഷം ഉളവാക്കി.